സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഹമാസിന്റെ കൈവശമുണ്ടായിരുന്ന ലഫ്റ്റനന്റ് ഹദാർ റോബിന്റെ മൃതദേഹം അവര് കഴിഞ്ഞ ദിവസം തിരിച്ചു കൊടുത്തു. ഇസ്രായേൽ അത് ഐഡന്റിഫൈ ചെയ്തു, ഹദാർ റോബിൻ്റെതാണ് എന്ന് അവര് വെരിഫൈ ചെയ്തു. ഈ ഒരു മൃതദേഹത്തിനുള്ള പ്രത്യേകത, ഇത് 2014 ഇസ്രായേൽ ഭടന്മാരും ഹമാസും തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായി അന്ന് ഹമാസ് കൈയടക്കിയ ഒരു മൃതദേഹമാണ്. അതായത് കഴിഞ്ഞ 12 വർഷമായി ഇത് ഹമാസിന്റെ കയ്യിലിരിക്കുന്ന മൃതദേഹമാണ്. 2014 റാഫയ്ക്കടുത്തുള്ള ഒരു കിബുട്സിൽ കാവൽ നിന്നിരുന്ന ഇസ്രായേൽ പട്ടാളക്കാരുമായി ഹമാസ് നടത്തിയ ഏറ്റുമുട്ടൽ, രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായി. അന്ന് 3 ഇസ്രായേൽ ഭടന്മാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 2 പേരുടെ ബോഡി വഹിച്ചുകൊണ്ട് ഈ ഹമാസിന്റെ ഭീകരന്മാരെന്ന് റാഫയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. റാഫ എന്ന് പറയുന്നത് ഈ ഗാസയുടെ തെക്കൻ ഭാഗമാണ്. ആ ബോഡി തിരിച്ചെടുക്കാൻ വേണ്ടി 4 ദിവസത്തേക്ക് അതിശക്തമായ വെടിവെപ്പ് റാഫ റീജിയണിലേക്ക് ഇസ്രായേൽ നടത്തിയെങ്കിലും അന്ന് അവർക്ക് ആ 2 ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. 2 ഡെഡ് ബോഡികളുമായിട്ട് ഇവര് രക്ഷപ്പെട്ടു. ഈ പറയുന്ന ഹദാർ റോബിനും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഓറോൺ ഷാലും 2 പേരും 23 വയസ്സുള്ളവരായിരുന്നു അന്ന് ആ ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയുണ്ടായിട്ടുള്ളത്. ആ ബോഡികൾ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് മുതൽ ഇസ്രായേൽ ഈ ബോഡിക്ക് വേണ്ടി ഇസ്രായേൽ രാജ്യം പലതവണ ഈ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രാജ്യത്തും പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രീമിയർ സിറ്റിസൺസ് ആണ്. നമ്മളുടെ രാജ്യത്തിനാണെങ്കിലും പ്രീമിയർ സിറ്റിസൺസ് ആണ്. പക്ഷെ നമ്മളുടെ രാജ്യത്ത് ഇല്ലാത്തൊരു പ്രത്യേകത ഇസ്രായേലിലുണ്ട്. അവിടെ കമ്പൽസറി മിലിറ്ററി സർവീസ് ഉണ്ട്. അതായത് മുഴുവൻ ആളുകളും പട്ടാളത്തിൽ പോകണം. ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, മുഴുവൻ ആളുകളും പട്ടാളത്തിൽ പോകണം. അതായത് അവരുടെ റുട്ടീൻ ലൈഫിന്റെ ഒരു ഭാഗമാണ് 4 വർഷത്തെ പട്ടാള ജീവിതം എന്ന് പറയുന്നത്. അവരത് കടന്നു പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും പോവേണ്ട ഒരു കാര്യമായതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ഇല്ലാത്തതിനെ കഴിഞ്ഞ് കൂടുതൽ ഒരു പരിഗണന പട്ടാളക്കാരെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനും രാജ്യത്തിനുമുണ്ട്. കാരണം എല്ലാ വീട്ടിലെ മക്കളും പട്ടാളത്തിൽ സെർവ് ചെയ്യുന്നവരാണ്. രാജ്യത്തെ മുഴുവൻ ആളുകളും ഇതിൽ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ വീടുകളുടെയും സംബന്ധിച്ച് അവരുടെ വീട്ടിലൊരു കുട്ടി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പം അവർക്ക് ആ ശവശരീരം തിരിച്ചു കിട്ടിയേ പറ്റൂ. അത് ആ രാജ്യം ഒന്നടങ്കം അതിനുവേണ്ടി കാത്തിരിക്കും. ഇപ്പം ഈ ഒരു ഹദാർ റോബിന്റെ കേസിൽ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ ഒറോൺ ഷാഹുലിന്റെ ബോഡി ഈ 2023 ഒക്ടോബർ 7 ഹമാസ് റെയ്ഡിന് ശേഷം ഇസ്രായേൽ പട്ടാളം ഗാസയിൽ കടന്ന് യുദ്ധം നടത്തുന്നതിനിടയിലൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ, ഹദാർ റോബിന്റെ കൂടെ നഷ്ടപ്പെട്ട ഓറോൺ ഷാഹുലിന്റെ ഡെഡ് ബോഡി അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. IDF നിന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ ഹദാർ റോബിന്റെ ബോഡി ഇവർക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഹദാർ റോബിന്റെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ടണലിൽ കയറിയിരുന്നു. ഈ ഹദാർ റോബിന്റെ ബോഡി ഇരുന്ന ടണലിൽ തന്നെ IDF കയറിയിരുന്നു. പക്ഷേ ആ ബോഡി അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അവരതിനകത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചതായിരിക്കും. എന്തായാലും ശരി, ഈ ഹദാർ റോബിന്റെ ബോഡിയുടെ അടുത്തുനിന്ന് തന്നെ 6 പാലസ്തീൻകാരുടെ ശവശരീരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഹമാസ് ഇപ്പൊ ആരോപിക്കുന്നുണ്ട് ഈ ഹദാർ റോബിന്റെ ബോഡി സെർച്ച് ചെയ്ത് കയറിയ IDF-കാർ വെടിവെച്ച് കൊന്നു കളഞ്ഞ ആൾക്കാരാണ് ഇവര്. അപ്പൊ ഈ പറയുന്ന മൊത്തം മരിച്ചുപോയ പാലസ്തീൻകാരുടെ എണ്ണത്തിന്റെ കൂടെ ആ 6 പേരുടെയും കൂടി ഇവരിപ്പോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ അവിടെ മരിച്ചുപോയ ആളുകളുടെ എണ്ണമായിട്ട് പറയുന്ന 69,176 പേരാണ്. ഈ ഹദാർ റോബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇദ്ദേഹം 2014 ഓഗസ്റ്റ് 1 ഇദ്ദേഹത്തിന്റെ ബോഡി, ഇദ്ദേഹം കൊല്ലപ്പെടുന്നതും ഇദ്ദേഹത്തിന്റെ ശരീരം അവർ വഹിച്ചുകൊണ്ട് പോകുന്നതും. അപ്പൊ അന്ന് മുതൽ ഈ രാജ്യം ഈ ശവശരീരം കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പാരന്റ്സും അദ്ദേഹത്തിന് ഒരു സഹോദരിയും 2 സഹോദരന്മാരും ഉണ്ട്. അവര് ഇത് കാത്തിരിക്കുകയാണ്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു ഫിയാൻസിയുമുണ്ട്. ഫിയാൻസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി, ഡേറ്റിംഗിലായിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയും ഇദ്ദേഹത്തിന്റെ ബോഡി കാത്തിരിക്കുകയാണ്. അവളും വേറെ റിലേഷനിലൊന്നും ഏർപ്പെടാതെ ഈ ശവശരീരം കാത്തിരിക്കും. മാത്രമല്ല, ഈ നഷ്ടപ്പെട്ടു പോയ 2 ആളുകളുടെ ഫോട്ടോ, ഹദാർ റോബിന്റെയും ഓറോൺ ഷാവിന്റെയും ഫോട്ടോ പ്രൈം മിനിസ്റ്ററുടെ റൂമിനകത്ത്, പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്ന റൂമിനകത്ത് 2 പേരുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഏത് പ്രൈം മിനിസ്റ്ററാണ് കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ അയാൾ ഓർക്കണം, ഇങ്ങനെ 2 ശവശരീരങ്ങൾ ഹമാസിന്റെ കയ്യിലുണ്ട്. അത് തിരിച്ചെടുക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ 1ാമത്തെ ഡ്യൂട്ടിയാണ്. അപ്പൊ രാജ്യത്തിന്റെ 1ാമത്തെ ഡ്യൂട്ടിയായി എഴുതപ്പെട്ടിരുന്ന കാര്യമാണ് ഈ 2 പേരുടെ, അതായത് ഹദാർ റോബിന്റെ ബോഡിയും അതുപോലെ ഓറോൺ ഷാലിന്റെ ബോഡിയും തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ രാജ്യം എപ്പോഴും ഇതിൽ കോൺസെൻട്രേറ്റഡ് ആണ്. കൊറോണ പാൻഡമിക് വന്ന സമയത്ത് രാജ്യത്ത് നിന്ന് വലിയ അപ്രോർ ഉണ്ടായിരുന്നു. ഈ ശവശരീരങ്ങൾ തിരിച്ചു തരാതെ കൊറോണ വാക്സിൻ പാലസ്തീനുകൾക്ക് കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ ഗവൺമെന്റ് കൊറോണയുടെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ലോകം മുഴുവൻ ആകെ അങ്കലാപ്പിലായിരുന്നു.
അപ്പം ഗവൺമെന്റ് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കി. അവർ പക്ഷേ ഈ ബോഡി കൊടുക്കാൻ തയ്യാറായില്ല. അവർ ബോഡി കിട്ടാതെ തന്നെ ഈ കൊറോണ വാക്സിൻ പലസ്തീനികൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അന്ന് രാജ്യത്ത് വലിയ എതിർപ്പ്, പ്രത്യേകിച്ചും ഈ 2 ആളുകളുടെ വീടുകളിൽ നിന്ന് വലിയ എതിർപ്പ് വന്നിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട പരിഗണന നൽകിയില്ല, ഗവൺമെന്റ് വേണ്ട പരിഗണന നൽകിയില്ല, അതുകൊണ്ട് നെതന്യാഹു അനീതി കാട്ടി എന്ന് ഈ 2 വീടുകളിൽ നിന്നും പാരന്റ്സ് പറഞ്ഞിരുന്നു. പിന്നീട് ഈ ഒറോൺ ഷാഹുവിന്റെ ബോഡി കഴിഞ്ഞ വർഷം അവർ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നതോടെ ആ കുടുംബത്തിന്റെയും ആ പ്രദേശത്തിന്റെയും വഴക്ക് നിന്നെങ്കിലും ഈ ഹദാർ റോബിന്റെ കുടുംബത്തിന്റെ സങ്കടം, നെതന്യാഹുവിനോടുള്ള പ്രതീക്ഷ അത് അവസാനിച്ചിരുന്നില്ല. അത് ഇന്നലെ അവർ കാട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദാർ റോബിന്റെ ബോഡി തിരിച്ചു കിട്ടുമ്പോൾ അവർ പറയുന്നത് ഇതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അംഗീകാരം, നന്ദി IDF മാത്രം അർഹിക്കുന്നതാണ് എന്നൊരു പ്രത്യേകമാണ്. IDF മാത്രം അംഗീകരിക്കുന്നു. നെതന്യാഹുവിന് ഇല്ലെന്നോ ഉണ്ടെന്നോ അവർ പറഞ്ഞില്ല, പക്ഷെ നെതന്യാഹുവിന്റെ പേര് അവർ വിട്ടു. ബട്ട് ദ പ്രൈം മിനിസ്റ്റർ വാസ് ഓൾവേസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും അതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റൂമില്, അദ്ദേഹത്തിന്റെ മുൻപിൽ എപ്പോഴും കാണാവുന്നതുപോലെ ഈ 2 ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വയ്ക്കപ്പെട്ടിരുന്നു. അതിൽ ഒറോൺ ഷാവിന്റെ ബോഡി തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ മാറ്റി. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തെയും തിരിച്ചു കിട്ടി. സ്വാഭാവികമായിട്ടും ആ ഫോട്ടോയും അവിടുന്ന് മാറ്റും. എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡ്യൂട്ടി എന്ന നിലയിൽ അവരത് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ ഹദാർ റോബിന്റെ ബോഡി അടക്കം ഇപ്പോൾ ഇസ്രായേൽക്കാർക്ക് തിരിച്ചു കിട്ടിയത് 21 ജ്യൂസിന്റെ ബോഡിയാണ്. അത് മുഴുവൻ ഇസ്രായേലീസ് എന്ന് ഇസ്രായേലീസ് ആണ്. അതിൽ ജ്യൂസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജ്യൂ ഉണ്ട്, അർജന്റീനയിലുള്ള ജ്യൂ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസ് ഒക്കെ വിദേശ രാജ്യങ്ങളാണ് വസിക്കുന്നതെങ്കിൽ പോലും അവർ വോളണ്ടറി ആയിട്ട് മിലിറ്ററിയിൽ സേവനം ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പം അമേരിക്കയിൽ ജീവിക്കുന്ന ജ്യൂസ് പോലും വോളണ്ടറി ആയിട്ട് ഇസ്രായേൽ അവരുടെ ആ കമ്പൽസറി മിലിറ്ററി സർവീസിന്റെ പ്രായമാകുമ്പോഴേക്കും അവർ വോളണ്ടറി ആയിട്ട് ഇവിടെ വന്ന് മിലിറ്ററി ചേരും എന്നിട്ട് സർവീസ്. അപ്പോൾ അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. അമേരിക്കയിലുള്ളതാണ്, അമേരിക്കൻ സിറ്റിസണുമാണ്, അതേസമയം ഇസ്രായേൽ സിറ്റിസണുമാണ്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുക അതിന് അങ്ങനത്തെ പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ രാജ്യത്തിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. ജൂയിഷ് സമൂഹത്തിന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള സ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് ഇതിലും തിരിച്ചറിയാനാവും. അപ്പൊ ഇതിൽ ഇവർക്ക് ഇദ്ദേഹത്തിന്റെ അടക്കം 21 ജ്യൂസിന്റെ ബോഡി, കൂടാതെ ഒരു തായ്ലൻഡുകാരന്റെ ബോഡി, ഒരു നേപ്പാളിയുടെ ബോഡി, ഒരു ടാൻസാനിയക്കാരന്റെ ബോഡി, അങ്ങനെ മൊത്തം 24 ബോഡികളാണ് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഇനി തിരിച്ചു കിട്ടാനുള്ളത് 4 ബോഡികൾ കൂടി അവർക്ക് തിരിച്ചു കിട്ടാനുണ്ട്. തിരിച്ചു കിട്ടാനുള്ളതിൽ 3 പേര് ജ്യൂസ് ആണ്, ഇസ്രായേൽക്കാരാണ്, ഒരാൾ തായ്ലൻഡുകാരനാണ്. റാൻഫീലി, മൊനേഗേദാദ്, ദ്രോർ ഓർ എന്നീ ജ്യൂസും സത്യഖാക് റിന്തലാഖ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡുകാരനുമാണ് ഇനി അവരുടെ ശവശരീരങ്ങളാണ് ഈ ഹമാസിന്റെ കയ്യിലുള്ളത്. അത് അവർ പറയുന്നു റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഡബ്ല്യുഡിയിൽ പെട്ടുപോയിട്ടുണ്ട്, ഇങ്ങനെ പല ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തായാലും ശരി, അത് തിരിച്ചു കിട്ടാതെ ഒരു തരത്തിലും സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇനി അതിനിടയിലുള്ള ടർക്കി വെച്ചൊരു ഡിമാൻഡ്, ഇപ്പോൾ കൊടുത്ത ഡെഡ് ബോഡി, ദാറ്റ് ഈസ് ഹദാർ റോബിന്റെ ഡെഡ് ബോഡി 2014 മുതൽ അത് ഉണ്ടായിരുന്നതല്ലേ, അത് തിരിച്ചു കൊടുക്കാൻ ഹമാസിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ നിർബന്ധപ്രകാരമാണ് ഹമാസ് അതിന് വഴങ്ങിയത്. ഓഫ് കോഴ്സ് ടർക്കിയും ഈജിപ്തും ഖത്തറും കൂടിയാണ് ഹമാസിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ടർക്കിയുടെ ഡിമാൻഡ് ആ ഒരു ഡെഡ് ബോഡി കിട്ടിയത് വെച്ചുകൊണ്ട് അവര് ഈ പറയുന്ന ഈ ടണലിൽ പെട്ടുപോയ, തുരങ്കത്തിൽ പെട്ടുപോയ 200 ഹമാസിന്റെ ഭീകരരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ടർക്കി ഇന്നലെ മുന്നോട്ട് വെച്ചുള്ള ഡിമാൻഡ്. ഇതേ ഡിമാൻഡ് തന്നെ അൽ ഖാസിം ബ്രിഗേഡ് എന്ന് പറയുന്ന ഹമാസിന്റെ ഇപ്പോൾ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആ വിങ്ങിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആളും പറയുന്നുണ്ട്. ഇത് സീസ് ഫയറിന്റെ ഭാഗമാണ്, നമ്മൾ വെടിനിർത്തൽ നടത്തിയ സമയത്ത് ഇനി അങ്ങോട്ട് വെടിവെക്കുക എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാര് പരസ്പരം ആരുടെയെങ്കിലും കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡെഡ് ബോഡികളും ജീവനുള്ളതും ഒക്കെ ഞങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരേണ്ടതാണ്. ഇപ്പൊ 200 പേരവിടെ പെട്ടുപോയിട്ടുണ്ട്. ആ 200 പേരെ നിങ്ങൾ തിരിച്ചു തരേണ്ടതാണ്. സീസ് ഫയറിന്റെ ഭാഗമാണ്, അത് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് അൽ ഖാസിം ബ്രിഗേഡിന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ ഒരു കാര്യമായിട്ട് ഈജിപ്തിന്റെയും ബഹ്റൈന്റെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെ അടുത്ത് പോയിട്ട് നിരന്തരമായിട്ട് കരയുന്നുണ്ട്, ഇതെങ്ങനെയും വാങ്ങിത്തരണം. അവർ അമേരിക്ക പോയി കരയുന്നുണ്ട്. കൂടാതെ ഇതിന്റെ അടിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ ഈജിപ്തിനേക്കാളും ഖത്തറിനേക്കാളും ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടർക്കി അവരുടെ മുഴുവൻ ഡിപ്ലോമാറ്റിക് പ്രഷറും അമേരിക്കയുടെ മേലെ ഉപയോഗിക്കുന്നുണ്ട്. അവർ നാറ്റോ അംഗം കൂടിയാണ്. അപ്പം അവരും ഇതിന്റെ മേലെ ഡിപ്ലോമാറ്റിക് പ്രഷർ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ 200 ആളുകളെ അവിടുന്ന് റിലീസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അത് വെടിനിർത്തലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആർഗ്യുമെന്റ്. കാരണം വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ വെടിനിർത്തി ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധസമാനമായ കാര്യങ്ങൾ ചെയ്യരുത്, ഏതെങ്കിലും കാരണവശാൽ ആളുകൾ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അവർ ഇതുമായിട്ട് അമേരിക്കയിൽ പോയിട്ട് വലിയ പ്രഷർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ടണലിൽ പെട്ടുപോയ 200 ആളുകളെ, 200 എന്നാണ് ഇപ്പോൾ പറയുന്ന നമ്പർ, ബിറ്റ്വീൻ 150 and 200 എന്നാണ് പറയുന്ന നമ്പറുടെ കാര്യത്തിൽ ഉറപ്പില്ല, ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്രായേൽ പറയുന്നത്
അവർ നമ്പർ കൃത്യമായിട്ട് പറയുന്നില്ല. അവർ പറയുന്നത് ടണലിൽ കിടക്കുന്ന ഓരോരുത്തരുടെയും പേരും അഡ്രസ്സും അവരുടെ കൈരേഖയും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, അതിനകത്ത് അന്ന് പിന്നെ ഒക്ടോബർ 2023 ഇസ്രായേൽ കയറി ആക്രമണം കാണിച്ച ഏതാനും ഹമാസ് ഭീകരർ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്ന ഒറ്റ കാര്യമുള്ള വിട്ടുതരാം, പക്ഷെ മുഴുവൻ ഹമാസ് ഭീകരരും ഒന്നിച്ച് ആയുധം വെച്ച് കീഴടങ്ങണം. അത് ഇവിടെയുള്ളവരാണെങ്കിലും അവിടെയുള്ളവരാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഹമാസിനെ ഈ പറയുന്ന ആളുകളെ വിട്ടേക്കാം. അപ്പൊ ഹമാസിന്റെ അവസ്ഥ ഏതാണ്ട് പണ്ട് മറ്റേ ഈ മരത്തിനിടയിലെ ആപ്പെടുത്ത കുരങ്ങന്റെ സ്ഥിതിയിലായിട്ടുണ്ട്. കാരണം ഈ 200 ആളുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. നേരെ മറിച്ച് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളോ സ്ത്രീകളോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചുമ്മാ സ്പെയർ ചെയ്യാനുള്ള സാധനമാണ്. വെടിയുണ്ട് വരുന്ന സമയത്ത് എടുത്ത് മുൻപിൽ നിർത്തി സ്പെയർ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇവർ ദൈവത്തിന്റെ പോരാളികളാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പോരാളികളെ അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു കിട്ടാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനിടയിലൂടെ ലെബനോണിൽ ഇന്നലെ വലിയ തുകകളുമായി 3 ഇറാനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പരിപാടിയാണ്. അതായത് ഈ ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ പണം എങ്ങനെയെങ്കിലും ഇറാനിലേക്ക് കിടന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇപ്പോഴും ഈ ഇറാഖിന്റെ സിറിയയുടെ ഒന്നും ബോർഡറുകൾ സേഫ് അല്ല. അപ്പം ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് കടന്ന് അവിടെ നിന്ന് സിറിയയിലേക്ക് കടന്ന് അവിടുന്ന് ലെബനോണിലേക്ക് വരാൻ പറ്റും. ഇത് വലിയ രാജ്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും കൃത്യമായ ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത രാജ്യങ്ങളായതുകൊണ്ട് ഇതിന്റെ ബോർഡർ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ധാരാളമായിട്ട് പണം ഇറാൻ ഈ ലെബനോണിലുള്ള ഹിസ്ബുള്ളയ്ക്ക് കടത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ലെബനോൺ തന്നെ ഇന്നലെ 3 ഇറാൻ പൗരന്മാരെ ലെബനോണിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് എമൗണ്ട്സ് ആണ് അവരുടെ ഉണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് ഡോളറാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ നിന്ന് കിട്ടിയ ഒരു കണക്കനുസരിച്ച് അമേരിക്ക പറയുന്നത് ഈ ജനുവരിക്ക് ശേഷം നവംബറിലാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ നവംബറിലാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ 2025 ജനുവരിക്ക് ശേഷം ഇറാനിൽ നിന്ന് ലെബനോണിലേക്ക് കടത്തിയ പണത്തിന്റെ മാത്രം അളവ് 1000 കോടി രൂപയ്ക്ക് മേലെ വരുമെന്നാണ്. $1 ബില്യൺ മേലെ വരുമെന്നാണ്. ദാറ്റ് മീൻസ് അറൌണ്ട് 1000 കോടി രൂപയ്ക്ക് മേലെ തുക ഈ ലെബനോണിൽ ഇറാനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കൂടാതെ ആയുധങ്ങൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ ആയുധങ്ങൾ അവർ ഇതേ ട്രാക്കിലൂടെ തന്നെ ആയുധങ്ങളും കടത്തുന്നുണ്ട്. അപ്പം ഹിസ്ബുള്ള ബിൽഡപ്പ് ലെബനോണിൽ നടക്കുന്നുണ്ട്. അത് അറിയുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് കയറി അവിടെ ആക്രമിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആത്യന്തികമായിട്ട് ഇറാനിലേക്ക് വീണ്ടും ഒരു ആക്രമണം കൂടി വേണ്ടിവരും എന്നുള്ളതാണ് ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിൽ വരുന്നത്. കാരണം ഇതാണ് തല. ഈ ഒരു തല തകർക്കാതെ ഈ പറയുന്ന ഹമാസിനെയോ ഹെസ്ബുള്ളയെയോ ഹൂത്തിയെയോ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദിനെയോ ഇതിനെയൊന്നും തകർക്കാൻ കഴിയില്ല. കാരണം തല അവിടെ നിൽക്കുകയാണ്. ഈ തല കട്ട് ചെയ്ത് കളയാതെ ഈ പറഞ്ഞ സാധനങ്ങളെ അവസാനിപ്പിക്കാനാവില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇപ്പോഴവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനിടയിലൂടെ നമ്മുടെ ന്യൂയോർക്ക് മേയറായിട്ട് മംതാനി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ ഡിഫറെന്റ് റിയാക്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പാലസ്തീനിലെ ഇത് വലിയ ആഹ്ലാദം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരാള് ന്യൂയോർക്കിലെ കസേരയിൽ കയറി ഇരിക്കുന്നു എന്നുള്ളത്, മേയറായിട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പാലസ്തീനികൾക്ക് എന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നയമാണ് ഈ മംതാനി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പാലസ്തീനികൾ ഈ മംതാനിയെ തങ്ങളിൽ ഒരാളായിട്ടാണ് കാണുന്നത്. അവരത് വലിയ ആഘോഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇസ്രായേൽ രാജ്യത്തിലെ എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രധാനമായിട്ടും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതി, ന്യൂയോർക്കുകാർക്ക് മറവി വളരെ കൂടുതലാണ്. 2001 സെപ്റ്റംബർ 11 അവരുടെ ടിൻ ടവേഴ്സ് നിന്ന് കത്തിയതും തകർന്നു വീണതും അവർ മറന്നുപോയി എന്നാണ്. ആ ടിൻ ടവേഴ്സ് പൊളിച്ചു വീണ അതേ ശക്തി തന്നെയാണ് ഇന്ന് മേയറുടെ സീറ്റിൽ ഇരിക്കുന്നതെന്ന് കാണാനുള്ള കാഴ്ച ന്യൂയോർക്കുകാർക്ക് ഇല്ലാതെ പോയി എന്നാണ് ജൂയിഷ് മാധ്യമങ്ങൾ പറയുന്നത്. അതിനിടയിലൂടെ നവംബർ 18 മുഹമ്മദ് ബിൻ സൽമാൻ, നമ്മുടെ സൗദി അറേബ്യയുടെ രാജാവ്, അമേരിക്കയിൽ എത്തുന്നുണ്ട്. ട്രംപുമായിട്ട് സംസാരിക്കാനും പല പാക്ടുകളിലും എത്തിച്ചേരാനുമാണ്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനെ സംബന്ധിച്ച് താല്പര്യമുള്ള പാക്ട് എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ ഒരു ഡിഫൻസ് പാക്ടാണ്. അത് അമേരിക്കയിൽ നിന്നൊരു സമ്പൂർണ്ണ സംരക്ഷണം, അമേരിക്ക സൗദി അറേബ്യ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കരാറാണ് മുഹമ്മദ് ബിൻ സൽമാൻ ആഗ്രഹിക്കുന്നത്. എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഖത്തറിന് കൊടുത്തതുപോലെ ഒരു മിലിറ്ററി സപ്പോർട്ട് മാത്രം കൊടുക്കാനാണ് ട്രംപ് കറന്റിൽ തയ്യാറായിട്ടുള്ളത്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യമുള്ളത് ഈ പറയുന്ന അബ്രാഹാം അക്കോർഡിൽ സൗദി അറേബ്യയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സൗദി അറേബ്യ അബ്രാഹാം അക്കോർഡിൽ വരികയാണെങ്കിൽ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഒന്നടങ്കം ഇതിലേക്ക് വരും. സൗദി അറേബ്യയെ സംബന്ധിച്ചുള്ള പ്രശ്നം, മക്കയും മദീനയും ഒക്കെ നിൽക്കുന്ന രാജ്യം എന്ന നിലയിൽ എൻ്റെ മുസ്ലിം രാജ്യങ്ങൾ സൗദി അറേബ്യ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പാലസ്തീൻ രാജ്യത്തിന്റെ ഫോർമേഷന് മുൻപ് അല്ലെങ്കിൽ പാലസ്തീൻ രാജ്യം ഫോം ചെയ്യും എന്ന കൃത്യമായ ഒരു ടൈം ഫ്രെയിംവർക്ക് മുൻപിൽ വെക്കാതെ
ഇത്തരം ഒരു അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിന്റെ നിലപാട്. അപ്പൊ ഇതൊക്കെ പ്രഖ്യാപന നിലപാടുകളാണ്. ഈ നവംബർ 18 ഇത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇന്നലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഒരു അനാലിസിസിൽ അവർ പറയുന്നത് മുഹമ്മദ് ബിൻ സൽമാനെ ശരിക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് നാറ്റോ സഖ്യകക്ഷിയിലുള്ളതുപോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് സൽമാൻ രാജാവിന്റെ അദ്ദേഹത്തിന്റെ താല്പര്യം. കാരണം അദ്ദേഹത്തിന്റെ രാജ്യവും പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്ഷൻ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള ഭീഷണികൾ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഈ പറയുന്ന സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇറാനാണ്. ഈ ഇറാനെ അടിച്ചു തകർത്ത് കളഞ്ഞ ഇസ്രായേലാണ്. അതുപോലെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘടന ഹൂത്തികളാണ്. ഈ ഹൂത്തികളെയും ഇസ്രായേലാണ് തല്ലിക്കൊന്ന് പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത്, നടുപിടിച്ചിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഹമാസും അതുപോലെ ഹെസ്ബുള്ളയും ഒക്കെ ഇവരുടെ ഭീഷണിക്കാർ തന്നെയാണ്, ഇവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ്. സൗദി അറേബ്യയ്ക്ക് ഭീഷണിയുള്ള സംഘടനകൾ തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത് ഹൂത്തികളിൽ നിന്നാണ്. അവർ പലതവണ ഇപ്പോഴും അവർ സൗദി അറേബ്യയെ യമനിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യമനും സൗദി അറേബ്യയും തമ്മിൽ അതിർത്തിയുമുണ്ട്. പക്ഷെ ഇവരെ എല്ലാം നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേല് ഇവരെ എല്ലാം നിയന്ത്രിച്ച് നിർത്തിയതുകൊണ്ട് ഒരുപക്ഷെ അമേരിക്കൻ പ്രൊട്ടക്ഷന്റെ ആവശ്യം മുൻപുള്ളതുപോലെ ഇപ്പോൾ സൗദി അറേബ്യക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും സൗദി അറേബ്യ ഒരു നാറ്റോ ടൈപ്പ് പ്രൊട്ടക്ഷനാണ് അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇവരെ ഈ അബ്രഹാം അക്കോർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകർ കാണുന്ന ഒരു സംഗതി. അതായത് അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ തരാമെങ്കിൽ ഇനി പാലസ്തീൻ ഇല്ലെങ്കിലും ശരി ഞങ്ങൾ ഇതിൽ ഒപ്പിട്ടേക്കാം എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ സൗദി അറേബ്യ നീങ്ങിയേക്കാം എന്നൊരു അനാലിസിസും ഇതിനകത്ത് വരുന്നുണ്ട്.